ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് നമ്മളെന്ന് പറയാനായിട്ട് മനസ്സു മാറാത്ത ഒരാൾക്കും പൊതുരംഗത്ത് എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. ഇവിടെ എന്തെല്ലാം വാചകടിയായിരുന്നു. ഇപ്പൊ വാചകടിച്ചവരൊക്കെ എവിടെ പോയി? ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു. അതിൽ കോട്ടയം മുൻപന്തിയിലെത്തി. എൻ്റെ പണമില്ലായിരുന്നു, പണം കൊടുക്കാനായിട്ട് എൻ്റെ പണമില്ലാതിരുന്നു. ഞാൻ എൻ്റെ ഹൃദയം തുറന്നതാണ് ആളുകളോട് വർത്തമാനം പറഞ്ഞത്. എന്നെ അവിടുത്തെ ആളുകൾ സ്വീകരിച്ചു. ഈ വിജയം സുനിശ്ചിതമാണെന്ന് എനിക്കറിയാമായിരുന്നു. വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും എനിക്കറിയാമായിരുന്നു. നമസ്കാരം. കേരളമാകെ UDF തരംഗം അലയടിച്ചപ്പോൾ കോട്ടയത്ത് അത്യുഗ്രൻ വിജയമാണ്, ഉജ്ജ്വല വിജയമാണ് UDF നേടിയിരിക്കുന്നത്. ഇപ്പോൾ 9 മണ്ഡലങ്ങളും UDF നേടിയിരിക്കുകയാണ്. അങ്ങനെ കോട്ടയം കോട്ട പിടിച്ചടക്കിയിരിക്കുന്നുവെന്ന് പറയാം. അപ്പോൾ DCC പ്രസിഡന്റ്, ഞാനിപ്പോൾ DCC ഓഫീസിലാണ് ഉള്ളത്. മന്ത്രി VN വാസവനെ തോൽപ്പിച്ച് ഈ കോട്ടയം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും പിടിച്ചടക്കിയ DCC പ്രസിഡന്റ് കൂടിയാണ് ശ്രീ നാട്ടകം സുരേഷ്. ഒരു മന്ത്രിയാണ് തോൽപ്പിച്ചത്. കൂളായിട്ട് താങ്കൾ അവിടെ TV കാണുകയായിരുന്നു. എന്താണ് ഈ വിജയം സുനിശ്ചിതമാണെന്ന് എനിക്കറിയാമായിരുന്നു. വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും എനിക്കറിയാമായിരുന്നു. ഞാൻ സാധാരണക്കാരായ പ്രബുദ്ധരായ ഏറ്റുമാനൂരിലെ വോട്ടർമാരോട് ഞാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു. ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ സുതാര്യമായി ജനങ്ങളുടെ അടുത്ത് ഇടപെട്ടു. എൻ്റെ പണമില്ലായിരുന്നു, പണം കൊടുക്കാനായിട്ട് എൻ്റെ പണമില്ലാതിരുന്നു. ഞാൻ എൻ്റെ ഹൃദയം തുറന്നാണ് ആളുകളോട് വർത്തമാനം പറഞ്ഞത്. എന്നെ അവിടുത്തെ ആളുകൾ സ്വീകരിച്ചു. എൻ്റെ പാർട്ടി പ്രവർത്തകർ, UDFൻ്റെ പ്രവർത്തകരുടെ വ്യാപകമില്ലാത്ത അക്ഷീണമായ പ്രയത്നം, അത് ഈ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 1 രൂപ പോലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് മുടക്കു വന്നിട്ടില്ല. എല്ലാം പാർട്ടി പ്രവർത്തകരെയും ചേർന്ന് സ്വരൂപിച്ച് അവർ തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇത്രയേറെ നല്ല ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു. അതിൽ കോട്ടയം മുൻപന്തിയിലെത്തി. 9 അസംബ്ലി സീറ്റിലും ജയിച്ചു എന്നുള്ളത് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. കോട്ടയത്തെ ജനങ്ങൾ അത്രമാത്രം ഈ സർക്കാരിനെതിരായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ഇവിടെ എന്തെല്ലാം വാചകടിയായിരുന്നു. ഇപ്പൊ വാചകടിച്ചവരൊക്കെ എവിടെ പോയി? അപ്പോ വാചകവടിയിലല്ല കാര്യം. ഞാനെന്നും പറഞ്ഞ് നടക്കുന്നതിലല്ല കാര്യം. ജനങ്ങളുടെ ഹൃദയത്തിൽ കയറണം. ജനങ്ങളുമായിട്ട് അവരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെടണം. അവരിൽ ഒരാളായി മാറാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിയണം. അത് കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണിച്ച അവരുടെ ആ പ്രകടനം, അത് ഈ കോട്ടയത്തെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. കോട്ടയം ഇനി മാറാൻ പോവുകയാണ്. ഞാൻ 5 വർഷമായി DCC പ്രസിഡന്റായിട്ട് വളരെ അഭിമാനമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം DCC പ്രസിഡന്റ് ആയതിനു ശേഷം ജില്ലയിലെ സംഘടനാ പ്രവർത്തനം വളരെ ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ, പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, പ്രവർത്തകരിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ വളരെയേറെ വിശ്വസിക്കുന്നു. അതൊക്കെ ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രകടമായി. ഞാൻ DCC പ്രസിഡന്റ് ആയതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ, എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും, അത് പഞ്ചായത്തായിരുന്നാലും പുതുപ്പള്ളി അസംബ്ലിയിലായിരുന്നാലും ഒക്കെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 45 പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്നത്. അങ്ങനത്തെ ഭൂരിപക്ഷമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പം എന്താണ്ട് 9 അസംബ്ലി സീറ്റും. ഇത് ചരിത്രമാണ്. ഈ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരു DCC പ്രസിഡന്റ് അഭിമാനിക്കണ്ടേ, ആഹ്ലാദം പ്രകടിപ്പിക്കണ്ടേ? ഞാൻ ഭയങ്കരമായ സന്തോഷത്തിലാണ്. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ രൂപീകരിക്കാൻ, കേരളത്തിലെ ജനതയെ രക്ഷിക്കാൻ ഈ ജില്ലയിലെ 9 MLA-മാരാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. ഞാൻ കോട്ടയം ജില്ലയിലെ UDF വോട്ട് ചെയ്ത പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാരെയും, ഏറ്റുമാനൂര് വോട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സമ്മതിദായകരെ, പ്രിയപ്പെട്ട വോട്ടർമാരെ എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിലും ഏറ്റുമാനൂരെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. തീരാത്ത കടപ്പാടാണ് എനിക്ക് ഏറ്റുമാനൂരുകാരോടുള്ളത്. ഇനി ഏറ്റുമാനൂരായിരിക്കും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റുമാനൂരിലായിരിക്കും. ഏറ്റുമാനൂരിലെ ജനതയെ ഒരു തരത്തിലും കൈവിടുകയില്ല. അവിടെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഏറ്റുമാനൂരുണ്ടാക്കും. എങ്ങനെയാണ് ഈ മന്ത്രി VN വാസവനെ പിന്നിലാക്കുന്നത്? ജനങ്ങൾ നേരും ശരിയും
തിരിച്ചറിഞ്ഞു. മനസ്സിലായില്ലേ? നെല്ലും പതിരും തിരിച്ചറിയുക എന്ന് പറഞ്ഞാലേ അത് തിരിച്ചറിഞ്ഞു, അത്ര ഉള്ള അതിനകത്ത്. കാപട്യങ്ങൾ ഒരു പൊതുപ്രവർത്തകനും കാപട്യവുമായിട്ട് അധിക നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് നമ്മളെന്ന് പറയാനായിട്ട് മനസ്സുമാറാത്ത ഒരാൾക്കും പൊതുരംഗത്ത് എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. ജനങ്ങളെ നല്ല അറിയല്ലോ. നമ്മൾ ഒരുമിച്ചായിരിക്കും. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഞാൻ 13-14 വയസ്സ് മുതൽ രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ്. ഞാൻ KSU മുതൽ നിരവധിയായി പാർട്ടി പദവികളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. 5 വർഷമായ കോട്ടയം DCC പ്രസിഡന്റാണ്. ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ആ എതിർ സ്ഥാനാർത്ഥി എന്താ പറഞ്ഞത് നിങ്ങളെല്ലാം അറിഞ്ഞല്ലോ. ആളുകളെ അപമാനിക്കുന്നത് ധിക്കാരമാണ്. അതിനുള്ള മറുപടിയാണ് ഏറ്റുമാനൂർ ജനങ്ങൾ നൽകിയത്.